ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ടൊരു വചനം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് നിൻ്റെ കൂടെ. പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുത്ത ഏറ്റവും വലിയ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനത്തെയാണ് നമ്മൾ കയ്യിൽ പിടിക്കുന്നത്. ആ വാഗ്ദാനമാണ് ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. മത്തായി 28:20. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വാഗ്ദാനത്തിൽ നമ്മൾ ഭാഗമാകുന്നു. ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നമ്മെ മുഴുവനായി സമർപ്പിക്കാം. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന്റെ വാഗ്ദാനം നന്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സ്നേഹവാത്സല്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹമാകട്ടെ. കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ എന്ന ആ ദൈവീക വാഗ്ദാനം, ആ ദൈവീക ഉറപ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ. കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലൂടെ, കാറ്റു വീതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപ്പുറങ്ങളിലൂടെ, അന്തിക്കിടയനെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ പെയ്യും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് വന്ന ഈശോ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ രൂപപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണം. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു വാഗ്ദാനത്തെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. നമുക്കറിയാം
പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ചില പ്രതീകങ്ങൾ. അവിടെ വാഗ്ദാന പേടകത്തിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, സ്വർഗീയ അപ്പമായ മന്ന. 2, അഹറോൻ്റെ തളിർത്ത വടി. 3, മോശ വഴി ദൈവം കൊടുത്ത കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകകൾ. ഇത് 3 നമുക്കറിയാം. ഇത് പുതിയ നിയമത്തിലെ മന്ന വിശുദ്ധ കുർബാനയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയുടെ നിഴലാണ് പഴയ നിയമത്തിലെ മന്നയെങ്കിൽ, പുതിയ നിയമത്തിലെ ആ പൗരോഹിത്യത്തിൻ്റെ പ്രതീകമാണ് അല്ലെങ്കിൽ നിഴലാണ് പഴയ നിയമത്തിലെ അഹറോൻ്റെ തളിർത്ത വടിയെങ്കിൽ, പുതിയ നിയമത്തിലെ വചനമാണ് പഴയ നിയമത്തിലെ കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവം അവരോട് വാഗ്ദാന പേടകത്തിനുള്ളിൽ വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദൈവം പറയുന്നുണ്ട്, നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 25:3 നമ്മളിങ്ങനെ വായിക്കുന്നു. പുറപ്പാട് 25 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുവാൻ അവർ എനിക്ക് വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ മേൽ വന്നു. അവരുണ്ടാക്കിയ ആ കൂടാരത്തിൻ്റെ മേൽ അതിൻ്റെ മേൽ വസിക്കാൻ. അപ്പോൾ ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ മേൽ വന്നു. ഇത് തന്നെയാണ് പരിശുദ്ധമ്മയെക്കുറിച്ച് പറയുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും. നമുക്കറിയാം, വാഗ്ദാന പേടകം 2 സാമുവേൽ 6 നമ്മൾ 6ൻ്റെ തലക്കെട്ട് തന്നെ കർത്താവിൻ്റെ പേടകം എന്നതാണ്. കർത്താവിൻ്റെ പേടകം. അപ്പോൾ കർത്താവിൻ്റെ പേടകം എന്ത് സംഭവിക്കുന്നു? കർത്താവിൻ്റെ പേടകം കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, അത് 3 മാസം ഓബദ് ഏദോമിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ കർത്താവിൻ്റെ പേടകം വരുമ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, അവർ ദൈവത്തിൻ്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിൻ്റെ പുത്രന്മാരായ ഉസ്സായും അഹിയോയുമാണ് ദൈവത്തിൻ്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിന് മുമ്പേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോട് സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നാക്കോൻ്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിടേണ്ടത് കൊണ്ട് ഉസ്സെ കൈനീട്ടി ദൈവത്തിൻ്റെ പേടകത്തെ പിടിച്ചു. ദൈവത്തിൻ്റെ കോപം ഉസ്സയ്ക്കെതിരെ ജ്വലിച്ചു. അനാദരവായി പേടകത്തിന് നേരെ കൈനീട്ടിയത് കൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പേടകത്തിനരികെ മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസ്സയെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പേരസ് ഉസ്സ എന്ന് വിളിക്കപ്പെടുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ കന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു. പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ വെച്ചു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. അവിടെ ശ്രദ്ധിക്കുക, ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം. ഇനി നമ്മൾ ഓർക്കുക, മറിയം എവിടെ പോയി? എലിസബത്തിൻ്റെ അടുത്ത് പോയി. എത്ര മാസം? 3 മാസം. കണ്ടോ, 3 മാസം എന്ന കാര്യം വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം കൊടുത്തത് ഈ കൂടാരത്തിൽ, ഈ വാഗ്ദാന പേടകത്തിലാണ്. ഈ വാഗ്ദാന പേടകത്തിൽ, ആർക്ക് ഓഫ് ദ കവനൻറ്റ്, ആ ഉടമ്പടിയുടെ പെട്ടകത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ അതാരാണ്? അത് പരിശുദ്ധമ്മയാണ്. പുതിയ നിയമത്തിൽ പരിശുദ്ധമ്മയാണ്. ഈ 3ഉം വചനം, ദിവ്യകാരുണ്യം, പൗരോഹിത്യം, ഇത് 3ഉം യേശു തന്നെയായ വചനവും യേശുവായ പൗരോഹിത്യവും യേശുവായ ദിവ്യകാരുണ്യവും രൂപപ്പെട്ടത്, അല്ലെങ്കിൽ അതിന് ദൈവമൊരുക്കിയ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നത്? വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നത് നമുക്കറിയാം, അത് 2 സാമുവേൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. 2-ാം അധ്യായത്തിലാണ്
പ്രിയപ്പെട്ടവരെ, വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്നാലെ കൊണ്ടുവരുവാൻ പ്രവാചകൻ കൽപ്പിച്ചു. ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ കയറി. അവിടെ ജെറമിയ ഒരു ഗുഹ കണ്ടു. അപ്പോൾ ജെറമിയ ആ അധ്യായം നമ്മൾ വായിക്കുകയാണ്. 2 സാമുവേൽ 2-ാം അധ്യായം 4-ാമത്തെ വചനം മുതൽ നമ്മൾ വായിക്കുകയാണ്. ഒരു ഗുഹ കണ്ടു, ആ ഗുഹയിലേക്ക് കയറി പേടകം അവിടെ വെച്ച് ഗുഹ ഭദ്രമായിട്ടടച്ചു. എന്നിട്ട് പേടകോട് ജെറമിയ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? ഇനി ഈ ഗുഹയിലേക്കുള്ള വഴി അടയാളപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, നിങ്ങളിത് അടയാളപ്പെടുത്തരുത്. ജെറമിയ അവരെ തടഞ്ഞു, അവരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അടയാളപ്പെടുത്തരുത്. ദൈവം ഒരിക്കൽ തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടും. ദൈവം വീണ്ടും ജനത്തെ ഒരുമിച്ച് കൂട്ടും. അന്ന് ഈ പേടകം കാണപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഓർക്കുക, എവിടെയാണ് ദൈവം തൻ്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നത്? അത് നമ്മൾ കാണുന്നത് ദൈവം സകലരെയും ഒരുമിച്ച് കൂട്ടുന്നു. ദൈവം പ്രത്യക്ഷനാകുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. ഇതാ സ്വർഗത്തിൽ 11-ാം അധ്യായം, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണറുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പങ്ങളും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. കണ്ടോ? ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം കാണപ്പെട്ടു. അതിൻ്റെ തൊട്ടടുത്ത വചനം, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. വെളിപാട് 11-ന്റെ അവസാനത്തെയും 12-ാമത്തെയും നമുക്കറിയാം അധ്യായം വാക്യങ്ങളായിട്ട് തിരിച്ചത് പിന്നീട്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതാ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വീണ്ടും അന്ന് ആ ഗുഹയിൽ കൊണ്ടുപോയി വച്ച പേടകം പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് വചനം പറയുന്നത്? ഇതാ പേടകം കാണപ്പെട്ടു. അടുത്ത വചനം, സ്വർഗത്തിൽ ഒരടയാളം, ഇതാ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. എന്തിനാണ് ഈ കണക്ഷൻ? നമ്മൾ മനസ്സിലാക്കുക. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം പരിശുദ്ധമ്മയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ. പരിശുദ്ധ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഈ വാഗ്ദാന പേടകം അവർക്ക് കൊടുത്തത് എന്താ? വാഗ്ദാന പേടകം അവർക്ക് കൊടുത്തത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യമാണ്. നമ്മൾ ജോഷുവയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ജെറീക്കോ പട്ടണം വലിയ തടസ്സം. ദൈവം പറഞ്ഞു, നിങ്ങൾ വാഗ്ദാന പേടകമെടുത്ത് നിങ്ങൾ ആ ജെറീക്കോ കോട്ടയ്ക്കും ചുറ്റും നടക്കുക. പ്രിയപ്പെട്ടവരെ, ആ കോട്ട തകരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പരിശുദ്ധമ്മയുടെ ജപമാല ചെല്ലുമ്പോൾ വെറുതെ നമ്മൾ ചെല്ലിപ്പോകരുത്. ഈ വാഗ്ദാനമാണ്. കർത്താവ് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ, 1 വിശുദ്ധ കുർബാന, 2 പ്രിയപ്പെട്ടവരെ വചനം, 3 പൗരോഹിത്യം, ഈ ദൈവം കൂടെയുള്ള അനുഭവം ജപമാല നമുക്ക് തരികയാണ്. വെറുതെ ഒരു പ്രാർത്ഥനയായി, വെറുതെ ഒരു കടമയ്ക്ക് വേണ്ടി അല്ല, മറിച്ച് നമ്മളിത് കരങ്ങളിലെടുക്കുമ്പോഴെല്ലാം ഇത് നമ്മൾ ഓർക്കണം. അവളാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം. അവളോട് ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവളോട് ചേർത്ത് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ് എന്ന് വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകണം. കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും പറയുന്നൊരു കാര്യമല്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കാൽവരിയിൽ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ ഇതാ അവിടെ നിൽക്കുമ്പോൾ യേശു കുരിശിൽ നിന്ന് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അടുത്ത വചനം എന്താ? അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിലേക്ക് ചേർത്ത് വെച്ചു. സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി, സ്വന്തം ഭവനത്തിലേക്ക് ചേർത്ത് വെച്ചു.
അപ്പോൾ പരിശുദ്ധമ്മയെ സ്വന്തം ഭവനത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർക്കുക, അവിടെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നത് ഈ വാഗ്ദാനത്തെ തന്നെയാണ്, ഈ വാഗ്ദാന കൂടാരത്തെയാണ്, ഈ വാഗ്ദാന പേടകത്തെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും നമ്മൾ ഈ പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ്. ഈ ഉറപ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരികയാണ്. ആ ഉറപ്പ്, ആ ദൈവം കൂടെയുണ്ട് എന്നുറപ്പ് നമുക്ക് കിട്ടുകയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒരു സഹോദരൻ, ആ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം എന്നോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഫാദർ, ഞാനൊരു ഹിന്ദുവായിരുന്നു. ഒരു വർക്കിന് വേണ്ടി കോൺവെൻറ്റിൽ ചെന്നു. കോൺവെൻറ്റിൽ താമസിക്കുന്ന എന്ന് വെച്ചാൽ പേരൻസൊന്നുമില്ല, അങ്ങനെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു. മറ്റുള്ളവർക്കറിയാത്ത ചില ദുശീലങ്ങൾ എനിക്കുണ്ടായിരുന്നു. മദ്യപാനം. ഞാൻ ഡെയിലി മദ്യപിക്കുമായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. എല്ലാവരോടും നല്ലപോലെ പെരുമാറും. ഒരുപക്ഷെ അതൊക്കെ കണ്ടാകാം സിസ്റ്റേഴ്സ് തെറ്റിദ്ധരിച്ചു, ഈ പെൺകുട്ടിയും തെറ്റിദ്ധരിച്ചു. ആക്ച്വലി ഞാൻ അവരെ പറ്റിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി. പക്ഷേ ഞാൻ വിവാഹം കഴിച്ച പെണ്ണ് അതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു, അതുപോലെ പ്രാർത്ഥിക്കും. ഇവളുടെ പ്രാർത്ഥന വഴിയാണ് ഞാൻ കുറേ മാറി, എൻ്റെ മദ്യപാനം മാറി. പക്ഷേ അങ്ങനെ എൻ്റെ മദ്യപാനത്തിൽ നിന്ന് ഞാൻ കുറേ സ്വഭാവത്തിൽ മാറി. പക്ഷെ അപ്പോഴും എനിക്കങ്ങനെ വിശ്വാസം അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു വേദനയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 3 വർഷമായി 4 വർഷമായി, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ആ വേദനയിലേക്ക് പോയി. അങ്ങനെ ആണ് ഇവൾ നിർബന്ധിച്ച് എന്നെ ഒരു ധ്യാനത്തിന് ആദ്യം കൊണ്ടുപോകുന്നത്. ധ്യാനം എന്നെ അത്ര ടച്ച് ചെയ്തൊന്നുമില്ല. എന്നെ ധ്യാനവും ടച്ച് ചെയ്തില്ല. കടമയ്ക്ക് വേണ്ടി ധ്യാനം കൂടി, ഇവൾക്ക് വേണ്ടി ധ്യാനം കൂടി. പക്ഷേ എന്നെ ടച്ച് ചെയ്തില്ലെങ്കിലും ധ്യാനം കഴിഞ്ഞ് 7ാമത്തെ മാസം ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞു. അതുവരെയും കേൾക്കാത്തൊരു സന്തോഷ വാർത്ത. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾ ദൈവം തന്നതാണെന്ന് പറയുന്നുണ്ട്. അവിടെ ധ്യാന കേന്ദ്രത്തിൽ പറഞ്ഞൊരു കുഞ്ഞിനെ ലഭിക്കുന്നു എന്ന സന്ദേശം അവൾക്ക് തന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. ഇതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് അവളാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവളാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് അത്രയും ഇഷ്ടമാണ് അവളെ. പക്ഷേ എനിക്കൊട്ടും വിശ്വാസമില്ല. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പ്രസവ ഡേറ്റ് എത്തുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞതിനേക്കാൾ മുൻപ് അവൾക്ക് തീവ്രമായ വേദനയുണ്ടാകുന്നു. എനിക്കാരുമില്ല. അവളെ വിവാഹം കഴിച്ചതോടുകൂടെ ഞാൻ ഒറ്റപ്പെട്ടു. അവൾക്കും ആരുമില്ല, ഞങ്ങൾക്കാരുമില്ല. സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെയോ സമ്പത്ത് ഒപ്പിച്ചു, പണം ഒപ്പിച്ചു. പക്ഷേ ആരെങ്കിലും വേണ്ടേ ഫാദർ ഒരാശ്വാസത്തിന്? കൂടെ ആരെങ്കിലും ഉണ്ടെന്നൊരു ഉറപ്പ് കിട്ടണ്ടേ ഫാദർ? അങ്ങനെ ആരുമില്ല. ഡോക്ടർ പറഞ്ഞു അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഇന്ന് തന്നെ സിസേറിയൻ വേണ്ടി വരും, ബ്ലഡ് കരുതി വയ്ക്കുക. ഞാൻ ആകെ തകർന്നു പോയി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തുണ്ട്. ഭാര്യ അതുപോലെ വേദനയിൽ കരയുമ്പോൾ അവളുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. അവൾ ആ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ആ ജപമാല എൻ്റെ കയ്യിൽ തന്നു. ഞാനത് മേടിച്ചു, അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. അവളെ ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഓപ്പറേഷൻ റൂമിൻ്റെ വാതിൽക്കൽ ആ ആൾക്കാരിരിക്കുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടൊരു കസേരയിൽ കുനിഞ്ഞിരുന്ന് ഞാൻ കരയുകയാണ്. കുനിഞ്ഞിരുന്ന് കരയുമ്പോൾ അങ്ങോട്ട് നേഴ്സുമാർ, ഡോക്ടർമാർ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവൾ കൊടുത്ത ഈ ജപമാല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല. അത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഒരു സ്ത്രീ, സാരമില്ല, ധൈര്യമായിരിക്കുക, എല്ലാം നല്ലതാകും, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ആ സ്ത്രീ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം നേഴ്സോ ഡോക്ടറോ ധരിക്കുന്ന വേഷമല്ല അവരുടേത്. ഫാദർ, ഞാനവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, എല്ലാം റെഡിയായി, ഭാര്യ ഓപ്പറേഷൻ കഴിഞ്ഞു, സിസേറിയൻ കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ ദൈവം തന്നു. ഈ ജപമാലയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞ വഴി. ഈ ജപമാലയാണ് എൻ്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ദൈവം കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പ് നൽകിയ വഴി. ഒരു പക്ഷേ ആ സഹോദരൻ പറഞ്ഞത് അവൻ്റെ തോന്നലാണ്. ആ
ആ സഹോദരൻ പറഞ്ഞത് അത് അവൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫാദർ അന്നെനിക്ക് മനസ്സിലായി, അന്ന് കിടന്നതാ, അന്നിട്ടതാ ഫാദർ ഈ ജപമാല. അതിട്ട അന്ന് മുതൽ ഇപ്പോൾ ആരോ കൂടെയുണ്ട്, ആരോ ഒപ്പമുണ്ട് എന്നൊരു തോന്നല. ഒത്തിരി വിഷമം വരുമ്പോൾ ഈ ജപമാലയും പിടിച്ച് മാതാവിൻ്റെ മുമ്പിൽ പോയിരിക്കും. അപ്പോൾ അറിയാതെ ഒരു തോന്നല. പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു മാലയല്ല, മറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ ഈ മാല ചൊല്ലുമ്പോഴെല്ലാം ധ്യാനിക്കുന്നത് യുഗാന്ത്യം വരെ കൂടെ ഉണ്ടാകും എന്നൊരു വാഗ്ദാനത്തെ, എന്നൊരു ഉറപ്പിനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വാഗ്ദാനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൃപയായിട്ട് മാറുവാൻ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുവാൻ. നമ്മൾ ജപമാല ചൊല്ലുമ്പോഴെല്ലാം ദൈവം പറഞ്ഞ ഈ വാഗ്ദാനം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ ഇസ്രായേൽ ജനം വാഗ്ദാന പേടകത്തെ ഉയർത്തിപ്പിടിച്ചതുപോലെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ നിനക്ക് ഉയർത്തിപ്പിടിക്കാൻ, നിനക്ക് കയ്യിലെടുക്കാൻ, ആ കോട്ടയെ തകർക്കാൻ, ആ തടസ്സത്തെ മാറ്റാൻ നിനക്ക് കയ്യിലെടുക്കാൻ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു വഴിയാണ് ജപമാല. അതിനാൽ നമുക്ക് ജപമാല വഴി നമുക്ക് മുഴുവനായിട്ട് നമ്മെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ജപമാല വഴി നമ്മളെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വാഗ്ദാനം വരട്ടെ. മത്തായി 28:20 യുഗാന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും എന്ന വചനത്തിൻ്റെ അഭിഷേകം നമ്മിലെല്ലാവരിലും കൃപയായിട്ട് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്തുതിക്കേറ്റം യോഗ്യനാം ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യനാം ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. കരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർക്കാം. വചനം പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റും. ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഇതാ ദിവ്യകാരുണ്യത്തിൽ അപ്പമായ, സ്വർഗീയ അപ്പമായ, നിത്യജീവൻ്റെ അപ്പമായ ഈശോ, ദിവ്യകാരുണ്യത്തിൽ നിത്യപുരോഹിതനായ ഈശോ, ദിവ്യകാരുണ്യത്തിൽ വചനമായ ഈശോ. പ്രിയപ്പെട്ടവരെ, ഇത് മൂന്നും, നിത്യജീവൻ്റെ അപ്പം, നിത്യപൗരോഹിത്യം, ദൈവത്തിൻ്റെ വചനം, ഇതെല്ലാം ഒന്നാണ്. ഇതെല്ലാം വഹിച്ചത് പരിശുദ്ധ അമ്മ എന്ന വാഗ്ദാന പേടകമാണ്. പഴയ നിയമം, ഇതാ സ്വർഗീയ മന്ന, കൽപ്പനകളുടെ കൽപ്പലക, അഹ്റോന്റെ തളിർത്ത വടി, അതവർക്ക് ദൈവസാന്നിധ്യമായിരുന്നു. ഇതാ നമ്മളുടെ മുമ്പിലായിരിക്കുന്ന ഈ ദിവ്യകാരുണ്യം, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ നാഥയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ,
ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട വഴികളിൽ ആരുമില്ല എന്ന തോന്നലിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ പരിശുദ്ധമ്മേ, എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയവളെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ വരണേ. ദിവ്യകാരുണ്യത്തോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കണേ. സ്വർഗീയ മന്നയോട് ഞങ്ങളെ ചേർത്ത് വയ്ക്കണേ. ദൈവവചനമനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. നിത്യപൗരോഹിത്യത്തിൻ്റെ കൃപയുടെ ആശീർവാദം എന്നും ഞങ്ങളിൽ നിറയ്ക്കണേ. അമ്മേ, ദിവ്യകാരുണ്യത്തെ ഉദരത്തിൽ വഹിച്ചവളെ, ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ ആ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് നിർത്തണേ. ഞാൻ ഉണ്ടാകും യുഗാന്ത്യം വരെ, ഞാൻ കൂടെ ഉണ്ടാകും യുഗാന്ത്യം വരെ. യേശുവേ, ഇപ്പോൾ ഈ വാഗ്ദാന പേടകം, ഈ പരിശുദ്ധമ്മയായ വാഗ്ദാന പേടകം, ആ പേടകത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ. പരിശുദ്ധമ്മേ, ദിവ്യകാരുണ്യത്തിൻ്റെ നാഥേ, ഞങ്ങളെ ഓരോരുത്തരെയും ദിവ്യകാരുണ്യത്തിൽ നിറയ്ക്കണമേ, ചേർത്ത് വയ്ക്കണമേ. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്താം. രണ്ട് കരങ്ങളും നമ്മൾ ഉയർത്തുമ്പോൾ എപ്പോഴും ദൈവസാന്നിധ്യത്തിലായിരിക്കുവാൻ, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പരിശുദ്ധമ്മയുടെ ജപമാല കൈകളിലെടുക്കുമ്പോൾ ഈ ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ കൂടെയുണ്ടാകും. അവളുടെ ഉദരത്തിൽ വന്ന യേശു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ അനുദിനമുണ്ടാകാൻ, അനുദിനം നമ്മുടെ കൂടെ ഉണ്ടാകാൻ അനേകം കുടുംബങ്ങളെ പരിശുദ്ധമ്മയെ സമർപ്പിക്കുന്നു ഈശോയുടെ കരങ്ങളിലേക്ക്. ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, അനേകം കുടുംബങ്ങളിലേക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം കൃപ ഇറങ്ങട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി എല്ലാ കുടുംബങ്ങളെയും, എല്ലാവരെയും, ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ. ആരാധിക്കുന്നു ഞങ്ങൾ, വാഴ്ത്തുന്നു ഞങ്ങൾ യേശുനാഥ.